എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മത്തിക്കറിയാണ്. മാങ്ങയിട്ട് തേങ്ങ അരച്ചൊരു മത്തിക്കറി. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോ കാണാം. ഗ്രാം അളവ് മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ക്ലീൻ ചെയ്ത ശേഷം 2 കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കുന്നു. ഒരു മൺചട്ടി എടുക്കുക. അതിലേക്ക് ഒരു പച്ചമാങ്ങ, ഒരു മീഡിയം സൈസ് പച്ചമാങ്ങ മതിയാകും. നല്ല പുളിയുള്ള മാങ്ങ വേണം യൂസ് ചെയ്യാൻ കേട്ടോ. ഇത് കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിൽ യൂസ് ചെയ്യാമേ. ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് കീറിയിട്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 എണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മാങ്ങയൊന്ന് പകുതി വെന്ത് വരണം. വെന്തുടയാൻ പാടില്ല, പകുതി വെന്താൽ മതിയാകും. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇട്ട ശേഷം ഒരു ചെറിയ സ്പൂൺ യൂസ് ചെയ്ത് ഈ മീനെല്ലാം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് കറിവേപ്പിലയെല്ലാം വന്നിട്ട് ഈ മീനൊന്ന് വേകാൻ വെക്കണം. ഈ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 7-8 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇത് അരച്ചിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ചാറെല്ലാം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ യൂസ് ചെയ്ത് പതുക്കെ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ കറി ഒന്ന് നന്നായി തിളക്കട്ടെ. തിളച്ച് ഇതിൻ്റെ ചാറെല്ലാം ഒന്ന് കുറുകി വരണം. ഈ കറി കുറുകുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഇടയ്ക്ക് നിങ്ങൾ ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ യൂസ് ചെയ്ത് സൈഡിൽ നിന്നെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ കറി നല്ലൊരു കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, പത്തിരി അതുപോലുള്ളതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറിയാണ്. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചാറെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാടൻ രീതിയിൽ ഉണ്ടാക്കിയ നല്ലൊരു മത്തിക്കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണേ. വീണ്ടും വരാം. താങ്ക്